സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പോൾ നമ്മുടെ ഓഡീഷൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് കണ്ടസ്റ്റൻസിന്റെ ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡീഷൻസ് നടന്നു, ഇപ്പം ഡയറക്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ കൺഫേം ആരുടെയെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ഓഡീഷൻ കഴിഞ്ഞ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കാണാത്തവരൊക്കെ അതൊന്ന് നോക്കിക്കോളൂ. അതിലും കുറെ ആൾക്കാരുടെ പേരുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ RJ ആയിട്ടുള്ള ലാലു, അല്ലെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ എന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നും ആളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. ഈ അടുത്ത് തന്നെയാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അടുത്തത് ഒരു യങ് ആക്ടറും റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഡിനോയ് പൗലോസ്. അപ്പം കുറച്ചു പേർക്കെങ്കിലും ആളെ കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. ഫോട്ടോ ഇതാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമെന്ന്. ഓഡീഷൻ കഴിഞ്ഞതായിട്ടാണ് അറിയുന്നത്. അടുത്തതും ഒരു യങ് ആക്ടർ കാറ്റഗറിയിൽ നിന്ന് നാഷിദ് നൌഷാദ്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആളാണ്. ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. 2 മാസം മുമ്പിൽ ഉണ്ടായിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അടുത്തത് യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള റംന. അപ്പോൾ ഈ ആളുടെ ഫോട്ടോ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്തത് റിയാസ് മുഹമ്മദ്, ഒരു യങ് റൈറ്റർ അല്ലെങ്കിൽ ഫിലിം ഡയറക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ആദ്യമായിട്ടാണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഉൾപ്പെട്ടിരുന്ന ആളല്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അടുത്തത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള ചിന്ത അബ്ദുൾ സമദ്. പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഒത്തിരി സോഷ്യൽ മീഡിയകളിലൊക്കെ പറയുന്നുണ്ട് സീസൺ 7ലേക്ക് ആള് വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെ. ബട്ട് സാധ്യതകളായിട്ട് തന്നെ നിൽക്കാറാണ് പതിവ്. നമുക്ക് നോക്കാം. ഓഡീഷൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് അത്ര കൺഫേം ഒന്നുമല്ല. എന്നാലും ഈ ഒരു സീസണിലേക്ക് വരുമെന്നൊക്കെ കരുതപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ്. പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ചിലരുടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സീരിയൽ ആക്ട്രസും മോഡലും അതുപോലെ തന്നെ ഫിറ്റ്നസ് മേഖലയിലൊക്കെയുള്ള സൗമ്യ VS ആണ്. ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ അത്ര കൺഫേം ഒന്നുമല്ല. നമുക്ക് നോക്കാം. ഈ ഒരു സീസണിലേക്ക് വരുമെന്നൊക്കെ പറയുന്നു. അടുത്തത് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ടിക്ടോക്കിലൂടെയൊക്കെ അത്യാവശ്യം വീഡിയോ ക്രിയേഷൻ ഒക്കെ നടത്തുന്ന റീന ജോണിന്റെ പേരാണ് കേൾക്കുന്നത്. ഓഡീഷനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കരുതിയാൽ മതി. ഇനി പറയാൻ പോകുന്നത് ഒരു സീനിയർ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് കാറ്റഗറിയിൽ വരുന്ന 2-3 പേരാണ്. ഒന്ന് ആദിത്യൻ ജയൻ. ആള് ഈ ഒരു സീസണിലേക്ക് ഉണ്ടെന്ന് പറയുന്നു. മുൻ സീസണുകളിലൊക്കെ പലപ്പോഴും ആളുടെ പേര് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ വരുമോ എന്നൊക്കെ. അടുത്ത ഒരു സീനിയർ ആക്ട്രസ് ആണ്, സീരിയൽ ആക്ട്രസ് ആണ് രേഖ രതീഷ്. മുൻ സീസണുകളിലും ആളുടെ പേര് കേട്ടിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഒരു സീനിയർ ആക്ട്രസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ മിക്കവാറും സീസൺ 7ൽ വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് മായ വിശ്വനാഥ്, സെയിം സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. സിനിമയിലും സീരിയലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഈ ഒരു ഇത്രയും പേരുടെയാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന കുറച്ച് ലിസ്റ്റുകൾ. ഓഡീഷൻ കഴിഞ്ഞ കുറെ ലിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഇവരൊന്നും കൺഫേം ആയിട്ട് നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓഡീഷൻ ഒത്തിരി പേരുടെ നടത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഹൈപ്പുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്കും ഡേറ്റ് അൺഅവൈലബിൾ ആയിട്ടുള്ളവർക്കൊക്കെയാണ് കുറച്ചുകൂടെ കൺഫർമേഷൻ കുറച്ച് നേരത്തെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കൊടുക്കത്തുള്ളൂ. കാരണം അവരുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ അവസാന ഒരു മാസത്തിനുള്ളിലൊക്കെ ആയിരിക്കും കൺഫർമേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. എന്താണെങ്കിലും കിട്ടുന്നതിനനുസരിച്ച് കൺഫർമേഷൻ ഏതെങ്കിലും കണ്ടസ്റ്റൻസിന്റെ വിവരങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.